അനന്തപുരിയുടെ മണ്ണിൽ താമര വിരിയിച്ച് നഗരസഭയുടെ ഭരണമുറപ്പിച്ച ബിജെപിയുടെ കൗൺസിലർമാർ അടക്കം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ബിജെപി കൗൺസിലർമാർ അകത്ത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച വോട്ടർമാരും രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറും ഒപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരനും നഗരസഭയിൽ എത്തിയിരുന്നു. വിവരങ്ങളുമായി കോർപ്പറേഷനിൽ നിന്ന് ശാലിനിയാണ്. അതിനു മുൻപ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുകയാണ് തത്സമയം. കേരളത്തിന്റെ ചരിത്രത്തിൽ ബിജെപിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. സന്തോഷകരമായ ഒരു ദിവസമാണ്. 45 കൊല്ലം ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നു. അതുപോലെ തന്നെ ഇന്ന് ഒരു 600 ലോക്കൽ ബോഡീസിൽ ഞങ്ങളുടെ BJP NDAന്റെ സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് സത്യപ്രതിജ്ഞ എടുത്തു. ഒരു വളരെ സന്തോഷകരമായ ദിവസമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വികസിത തിരുവനന്തപുരത്തിന് വേണ്ടി ഞങ്ങൾ ഉറപ്പ് തന്ന ഞങ്ങൾ വാഗ്ദാനങ്ങൾ മുമ്പോട്ട് വെച്ചതെല്ലാം ഞങ്ങൾ ഇപ്പോൾ തുടങ്ങും. ഞങ്ങളുടെ എല്ലാ കൗൺസിലേഴ്സും വാർഡ് തലത്തിൽ ബ്ലൂ പ്രിന്റിന്റെ കാര്യങ്ങൾ തുടങ്ങും. 45 ദിവസത്തിൽ ഞങ്ങൾ നഗരത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് മുമ്പോട്ട് വെച്ച് പ്രധാനമന്ത്രി വന്നിട്ട് പ്രഖ്യാപിക്കും എന്ന് തന്ന വാഗ്ദാനം ഞങ്ങൾ ഉറപ്പാക്കി ചെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കെല്ലാം എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച ഈ BJP NDAന്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു. വോട്ടർമാർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ അവസരം നന്ദി പറയുന്നു. മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തീരുമാനങ്ങളായോ എങ്ങനെയാണ്? അത് 26-ാം തീയതി ഞങ്ങൾ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, ഈ CPM ആരോപിച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ തൃശൂർ മോഡൽ വലിയ രീതിയിൽ വോട്ട് ചേർക്കുകയാണ് BJP സ്വാധീനമുള്ള മേഖലയിൽ എന്നൊരു പ്രധാനപ്പെട്ട ആരോപണം ഇന്നിപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അല്ല, അത് ശ്രദ്ധ തിരിക്കാൻ അവരുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. അത് എത്രയോ കാലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഇന്നും ചെയ്യുന്നു. ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. CPM-ഉം കോൺഗ്രസും എത്രയോ ലോക്കൽ ബോഡീസിൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിന്റെ തെളിവ് ഞങ്ങളുടെ അടുത്തുണ്ട്. ഇതെല്ലാം ഞങ്ങൾ പരിശോധിച്ചിട്ട് മുമ്പോട്ട് വയ്ക്കും. ഇവിടെ നടക്കുന്നത് CPM-ഉം കോൺഗ്രസിന്റെ ഒരുമിച്ച് ഇരുന്ന് അവരുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രം ഞങ്ങളെ തോൽപ്പിക്കാനും ഞങ്ങളുടെ ഒരു ഗ്രോത്തിനെ എങ്ങനെയെങ്കിലും ബാധിക്കാൻ അത് ഒളിച്ചു വയ്ക്കാനും അതിന്റെ ശ്രദ്ധ തിരിക്കാനാണ് ഓരോന്നും പറഞ്ഞത്. കൊടുങ്ങല്ലൂർ നോക്കൂ, ഞങ്ങൾ എത്രയോ ലോക്കൽ ബോഡീസ് ഞങ്ങൾ മുമ്പിൽ വയ്ക്കും. ഇതിന്റെ തെളിവ് CPM-ഉം കോൺഗ്രസും നന്നായി ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നന്നായി കോഓപ്പറേറ്റ് ചെയ്ത് വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൽ 100% ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട്. അത് ഞങ്ങൾ വരുന്ന ദിവസത്തിൽ മുമ്പിൽ വരും. ഇപ്പൊ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ പോവുകയാണ്. അവർ പറയുന്നത് BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള വോട്ടർമാരെ കൂടുതൽ ചേർക്കുന്നു, അതൊരു അസ്വാഭാവികമായി ചേർക്കുന്നു. തൃശ്ശൂരിൽ അത് വിജയിച്ചു, അത് തിരുവനന്തപുരത്തും ആ മോഡൽ BJP നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ്. നോക്ക്, ഇതിനിപ്പോ CPM പറയുന്ന ഓരോരോ നോൺസെൻസിന് എനിക്ക് മറുപടി പറയാൻ സമയമില്ല. ഇവര് എന്തെല്ലാം ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വോട്ടർമാർക്കറിയാം. ഡീലിമിറ്റേഷൻ ഒരു ഫ്രോഡായിട്ട് അവർ ചെയ്തു. വേണ്ടാത്ത വാർഡുകളെല്ലാം മാറ്റിവെച്ചു. BJPന്റെ കോട്ടകളെല്ലാം അവർ സ്പ്ലിറ്റ് ചെയ്തു. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. എന്തിനാണ് ജനങ്ങളെ വെട്ടിയാക്കുന്നത്? ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് വേണ്ടി അവർ ഈ ഓരോരോ വിവാദങ്ങൾ സൃഷ്ടിക്കും. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ വികസനം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആക്കി ഞങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ CPM-ഉം കോൺഗ്രസും ഓരോരോ ഇങ്ങനത്തെ വിവാദങ്ങൾ സൃഷ്ടിക്കും. അത് അവരുടെ തന്ത്രമാണ്. അതിനെന്തിനാ നിങ്ങളെല്ലാം പെടുന്നത്? ശരി, നമസ്കാരം, നന്ദി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണമുറപ്പിച്ച BJPയുടെ കൗൺസിലർമാർ അടക്കം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാലക്കാട്, കണ്ണൂരിൽ എല്ലാം തന്നെ ഇന്ന് സത്യപ്രതിജ്ഞയായിരുന്നു. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് വലിയ ആവേശം നിറഞ്ഞ കാഴ്ചകളാണ്. അകത്ത് BJPയുടെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പുറത്ത് വോട്ടർമാർ സ്വാമി ശരണമയ്യപ്പ വിളിക്കുകയായിരുന്നു. നമ്മൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോർപ്പറേഷൻ ഓഫീസിന് മുറ്റത്ത് വലിയ ആവേശജനമായ ഒരു സ്വീകരണം നൽകുകയാണ് കൗൺസിലർമാർക്ക്.
തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുൻപാണ് സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർമാർ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. എന്തായാലും അതിന് പിന്നാലെ കൗൺസിലർമാർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്നുള്ള ആവേശമാണ് അതേ ആരവത്തിൽ അതിൻ്റെ അതേ ഒരു ആവേശം ഒട്ടും തന്നെ ചോരാതെ ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ദിസ്ന സുരേഷ് ഉണ്ട്. ദിസ്ന, വലിയ ആവേശമാണ്. നമ്മൾ കണ്ടു ആ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആവേശം നമുക്കവിടെ കാണാൻ സാധിച്ചിരുന്നു. ആവേശം ഒട്ടും തന്നെ ചോരാതെ ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും അതേ ആവേശം കാണുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ആരവവും ആവേശവും ഒക്കെ ദിസ്ന? ബഹുമാന്യരായ കൗൺസിൽ അംഗങ്ങളെ, തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആഘോഷത്തിലാണ് BJP എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രധാനമായും ഒരു ചരിത്ര നിമിഷത്തിന് തന്നെയാണ് അനന്തപുരി സാക്ഷ്യം വഹിച്ചത് എന്ന് തന്നെയാണ്. 50 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ സുവർണ നിമിഷത്തിൽ അതീവ ആഹ്ലാദത്തിലാണ് BJP പ്രവർത്തകർ ഉൾപ്പെടെ. അല്പസമയം മുൻപാണ് സത്യപ്രതിജ്ഞ പൂർണ്ണമായും അവസാനിച്ചത്. അതിനുശേഷം കൗൺസിലേഴ്സ് ഒക്കെ തന്നെയും പുറത്തേക്ക് ഇറങ്ങി വലിയ ആഹ്ലാദത്തോടു കൂടിയായിരുന്നു അവർക്കുള്ളൊരു സ്വീകരണം എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, അനന്തപുരിയുടെ വികസനമാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. വികസിത കേരളമാണ് ലക്ഷ്യം എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതീവ സന്തോഷത്തിലും അതീവ ആഹ്ലാദത്തിലും തന്നെയായിരുന്നു പ്രവർത്തകർ എന്നത് തന്നെയാണ്. അത്തരത്തിൽ നമുക്കറിയാം, അനന്തപുരിയുടെ വികസനം തന്നെയാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. മാറുന്ന അനന്തപുരിക്ക് അത്തരത്തിലൊരു വികസന പ്രകടന പത്രിക ഉൾപ്പെടെ NDA പുറത്തിറക്കിയതും നമ്മൾ കണ്ടതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുന്നിലാണ്. വലിയ ആഹ്ലാദത്തിലാണ് പ്രവർത്തകർ എന്നത് തന്നെയാണ്. ഇതൊരു ചരിത്ര വിജയമാണ്. കുറെ നാൾക്ക് മുൻപേ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ചരിത്രം സാക്ഷാത്കരിച്ച ഒരു നിമിഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞതും അത് തന്നെയാണ്. മാറുന്ന അനന്തപുരിക്ക് ജനങ്ങൾ നൽകിയ വിധിയെഴുത്ത് തന്നെയാണിത്. ഇനി മുന്നോട്ടുള്ളത് ജനങ്ങൾക്ക് നൽകിയ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ, വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം എന്നത് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അല്പം മുൻപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും മടങ്ങുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട. നിരവധി പ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തി എന്നത് തന്നെയാണ് ഈ സത്യപ്രതിജ്ഞയെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. നമുക്കറിയാം, നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ ഒരു പ്രതികരണം. ചേട്ടാ, സത്യപ്രതിജ്ഞ കഴിഞ്ഞു. BJP ആദ്യമായി അധികാരത്തിൽ കയറുന്നത് എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ സന്തോഷം. 40-45 വർഷമായിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ കാത്തിരുന്ന ഒരു ശുഭദിനമാണ്. അപ്പോൾ അത് എല്ലാവർക്കും അതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രതികരിക്കും, എൻ്റെ വാർഡ് 2015 ഒരു വോട്ടിന് നമ്മുടെ സ്ഥാനാർത്ഥി തോറ്റു. അത് കഴിഞ്ഞ് 2020 നമ്മുടെ 287 വോട്ടിന് തിരിച്ചു പിടിച്ചു. ഇപ്പോൾ ആദ്യം ഒരു വോട്ടിന് തോറ്റ ആള് ഇപ്പോൾ 351 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ വാർഡിൽ നിന്ന് ജയിച്ചു. അപ്പോൾ വളരെയധികം സന്തോഷം. സംഘപരിവാർ പ്രവർത്തനത്തിലെ മുഴുവൻ പ്രവർത്തകർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. തീർച്ചയായും വലിയ ആവേശത്തിലാണ്. എവിടെ നിന്നാണ് വരുന്നത്? കരിമമാടി നിന്നാണ്, പുതിയ വാർഡാണ്. ഇങ്ങനെ തോന്നുന്നു, BJP അധികാരത്തിൽ വന്നോ ഇടതുവലത് ശക്തികൾക്ക് ആ കോട്ടകളൊക്കെ തകർത്താണ് അവിടെയൊക്കെ BJP അധികാരം പിടിച്ചെടുത്തത്. കഴിഞ്ഞ 45 വർഷത്തിന് ശേഷം തിരുവനന്തപുരം നഗരസഭ ഓഫീസിന് മുന്നിൽ നിന്ന് നമ്മുടെ BJP പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന ആവേശം അത് ഒട്ടും തന്നെ ചെറുതല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ ആദ്യ കൗൺസിൽ യോഗം ചേരുകയാണ് എന്നുള്ളതാണ്. മുതിർന്ന കൗൺസിൽ അംഗം നന്ദൻകോട് നിന്ന് വിജയിച്ച KR ക്ലീറ്റസിന്റെ അധ്യക്ഷതയിലാണ് ആദ്യ കൗൺസിൽ യോഗം ചേരുന്നത് എന്നുള്ളതാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഈ കോർപ്പറേഷൻ ഓഫീസിന് പുറത്ത് BJP പ്രവർത്തകർ വലിയ ആവേശത്തിൽ അവരെ കാത്തു നിൽക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് മടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും അവിടെ നിന്നുള്ള കാഴ്ചകളിലേക്കും ഒക്കെ തന്നെ വരാം. ചെറിയൊരു ഇടവേള.